ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭഗവൈകനം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യകർമ്മങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഭഗവാൻ 3 മണിക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മറ്റുള്ള തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് എന്താണ് ചെയ്തിരുന്നത്? ആദ്യം ചെയ്തിരുന്നത് എന്താ? കയ്യും കാലും മുഖവും കഴുകി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നിലത്ത് തന്നെ, ഭൂമിയിൽ തന്നെ എന്തെങ്കിലും വിരിച്ചിട്ട്, അത് ഗീത പറയുമ്പോഴും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിലത്ത് ഇരുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ നിലത്ത് നേരിട്ടിരിക്കുകയല്ല. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പം അതിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആകുമ്പം അത് എർത്തിങ് ആയി പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഗീതയിലും ധ്യാനം യോഗാരൂഢനാകാൻ വേണ്ടിയിട്ട് 6-ാം അധ്യായം പറയുമ്പം എന്തെങ്കിലും നൺ കണ്ടക്ടിവിറ്റി ഐറ്റം എന്തെങ്കിലും വിരിച്ചിട്ട് വേണം ഇരിക്കാമെന്ന് പറയും. ശരീരത്തിൻ്റെ ഒരു ഭാഗം ഭൂമിയായിട്ട് ടച്ച് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, നമ്മളിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു പോസിറ്റീവ് എനർജി, ആ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമ്പം അത് വെറുതെ വേസ്റ്റായിട്ട് എർത്തിങ് ആയി പോകരുത്. ഈ ഭൂമിക്ക് മണ്ണിലും ജലാംശത്തിൻ്റെ അംശമുള്ളത് കൊണ്ടും എർത്തിങ്ങിൽ കണ്ടക്ടിവിറ്റി ഉണ്ടെന്നർത്ഥം. അതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള എനർജി ഭൂമിയിലേക്ക് എർത്തിങ് ആയിപ്പോകും, വെറുതെ വേസ്റ്റായി പോകും. അതുകൊണ്ട് ഇപ്പം 3-4 പേര് കൂടിയിട്ടൊക്കെ ആ ധ്യാനം പരിശീലിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം ടച്ച് ചെയ്യാനും പാടില്ല. അത് മാത്രം കീപ്പപ്പ് ചെയ്തോണം. ഒരു കൈ ദൂരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നോളണം എന്നൊക്കെ പറയും. യോഗ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ടെന്നർത്ഥം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ ധ്യാനിക്കേണ്ടത് എന്താണെന്ന് ഗീതയിൽ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. ഓർക്കുക, ഉത്തരേത് ആത്മനാത്മാനം ന ആത്മാന വസാദിയത്. തൻ്റെ ആത്മാവിനെ ആത്മാവിനാൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ധ്യാനം പരിശീലിക്കേണ്ടത്. അത് തന്നെയാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിലും ഭഗവാൻ പറഞ്ഞത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉപാധിയായിട്ട് ധ്യാനം ശീലിക്കണം. ആ ധ്യാനത്തിൽ എന്നെ തന്നെ ഉപാസിക്കുക. അതായത് സ്വന്തം ആത്മാവിനെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ പക്വത, പാത്രത വന്നിട്ടില്ലെങ്കിൽ അതിന് ഒരു ഉപാധി സ്വീകരിക്കാം. അത് എന്നെ തന്നെ ഉപാധിയായി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ, ശ്രീകൃഷ്ണനെ തന്നെ ധ്യാനിക്കാനാണ് ഭഗവാൻ ഗീതയിലും പറയുന്നത്. കാരണം ഇത്ര പൂർണ്ണത വന്നിട്ടുള്ള ഒരു ഗുരു, നമുക്ക് ലോകഗുരു എന്നറിയപ്പെടുന്ന ഭഗവാനെ പോലെ ഒരു ഗുരു ലോകത്ത് ഇന്ന് അവൈലബിൾ അല്ല. അതുകൊണ്ട് താനി സർവാണി സംയമ്യ യുക്ത ആസീത മൽപര വശേഖി യസേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എന്നെ തന്നെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നവർക്ക്, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിരിക്കുന്ന എൻ്റെ കരുണയാൽ തന്നെ അവർക്ക് ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കും. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മളിലുള്ള ശക്തിയെ ഉണർത്തിക്കൊണ്ടുവരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കുതിച്ചു പായുന്ന വെളുത്ത കുതിരകളുടെ കൂട്ട് പരക്കം പായുന്ന 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക തന്നെ വേണം. അത് മനസ്സുകൊണ്ടാണ് നിയന്ത്രിക്കേണ്ട. മനസ്സാകുന്ന കടിഞ്ഞാൺ കൊണ്ട് ഈ കുതിരകളെ കെട്ടണം. അതിൻ്റെ നിയന്ത്രണം ബുദ്ധിയെ ഏൽപ്പിക്കണം. ബുദ്ധി, മേധാബുദ്ധി അനുസരിച്ചുകൊണ്ട് ബുദ്ധിയെ ശ്രേഷ്ഠത വരുത്തണം. സ്ഥിതപ്രജ്ഞനാകുക എന്ന് പറഞ്ഞാൽ അവിടെ മേധാബുദ്ധി ഉണർത്തുക എന്നുള്ളത്. അതായത് ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്ന ബുദ്ധിയാണ് മേധാബുദ്ധി. ആ മേധാബുദ്ധിക്ക് മാത്രമേ ഈ കുതിച്ചുമായുന്ന കുതിരകളെ യഥാവിധി ലക്ഷ്യത്തിലേക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കൂ. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിരോധിക്കുക എന്നല്ല. കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പായുന്ന അന്തമാദിച്ചുകൊണ്ട് രജോ ഗുണത്തിൻ്റെയും കാമത്തിൻ്റെയും ആധിക്യത്തിൽ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ നിയന്ത്രണമില്ലാതെ പരക്കം പായുന്ന സ്വഭാവത്തിൽ നിന്ന് നിയന്ത്രിക്കണം എന്നർത്ഥം. അതിന് ഭഗവാനെ തന്നെ, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിരിക്കുന്ന ആ ഋഷികേശനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ തന്നെ ശരണം പ്രാപിക്കണം. നമുക്ക് സ്വയം തന്നെ ആത്മാരാധന നടത്തി വിചാരം ചെയ്ത് ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ആ ബോധം എവിടെ നിന്നുണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചാൽ, ആ പിൻ പോയിന്റ് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അവൻ്റെ ആത്മാവ് സംരക്ഷിക്കപ്പെടും. അവൻ സ്വയമേവ ജീവൻ മുക്തഭാവത്തിലേക്ക് എത്തും. മറ്റാരെയും ഒന്നിനെയും പിന്നീടും ആശ്രയിക്കേണ്ടി വരികയില്ല. അതാണ് ശാശ്വതമായ പരിഹാരം. ബാക്കി നമ്മൾ ഉപാധികൾ സ്വീകരിച്ചാൽ നമ്മൾ എന്നായാലും വേണ്ടില്ല, ഈ ആത്മവിചാരത്തിലൂടെ ഈ പിൻ പോയിന്റിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ ആത്മസംരക്ഷണമാകൂ. നമുക്കതിന് പാത്രത വരാത്തത് കൊണ്ട് ഉപാധി സ്വീകരിക്കാമെന്ന് പറയുന്നത്. അത് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട്.
ഇവിടെയും അതൊന്ന് പറയുന്നുണ്ട്. അതിന് പാത്രത വരാത്തവർക്ക് കൃഷ്ണനെ അഥവാ രാധാകൃഷ്ണനെ ധ്യാനിക്കാം. അതാണ് യഥാർത്ഥമായ ധ്യാനം. കൃഷ്ണൻ തന്നെയാണ്. അതിനാൽ ബ്രഹ്മമുഹൂർത്തം രാധാകൃഷ്ണ ധ്യാനത്തിനായിട്ട് വിനിയോഗിക്കണം. സാധാരണ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. സാധാരണ മനുഷ്യർ, അതായത് അത്രമാത്രം ആത്മാവിനാൽ തന്നെ ഉയർത്തിക്കൊണ്ടു വരുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ആത്മജ്ഞാനം, ആത്മസാക്ഷാത്കാരത്തിന് ഏറ്റവും നല്ലതാണ്. ഇനി ഉപാധി സ്വീകരിച്ചാലും അതിന് പാത്രത വരുന്നതനുസരിച്ച് നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഉയരുമ്പോഴാണ് ആത്മജ്ഞാനം, ഇല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം സാധ്യമാകും. അപ്പൊ ആ പ്രയത്നം തുടങ്ങുന്നത് അതിന് പക്വത വരാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപാധി സ്വീകരിക്കാം, അത് കൃഷ്ണനെ തന്നെ ഉപാധിയായിട്ട് സ്വീകരിക്കാം. രാധാകൃഷ്ണൻ എന്ന സങ്കല്പത്തിൽ തന്നെ 16,108 ഭാര്യമാരുണ്ടായിരുന്നിട്ടും തൻ്റെ സഹധർമ്മിണിമാരെ, യഥാർത്ഥത്തിൽ താൻ വരിച്ച പാണിഗ്രഹണം ചെയ്ത സഹധർമ്മിണിമാരെ അല്ല ഭഗവാൻ ധ്യാനത്തിന് ഉപയോഗിക്കാൻ നമ്മളോട് പറയുന്നു. രാധയ്ക്ക് സ്ഥിരമായിട്ട് മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്ന പ്രകൃതി സ്വരൂപിണിയുടെ രൂപത്തിലാണ് ഇവിടെ രാധയെ കാണുന്നത്. ശ്രീകൃഷ്ണൻ ആത്മസ്വരൂപനായിരിക്കുന്ന പുരുഷന്റെ ഭാവത്തിലും. അപ്പോൾ ഒരു സ്ത്രീയിലിരിക്കുന്ന ആത്മാവും പുരുഷനിലിരിക്കുന്ന ആത്മാവും പുരുഷൻ തന്നെയാണ്. ആ പുരുഷൻ അചഞ്ചലമാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ലാതിരിക്കുന്ന ശക്തിയോടൊപ്പം മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്ന പ്രകൃതി സ്വരൂപിണിയായിരിക്കുന്ന രാധയെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുദ്ധര തത്ര ശ്രീ വിജയോദ്ഭുതർധ്രുവോ നേതർമതിർമമ. നമ്മുടെ ശരീരം പ്രകൃതി സ്വരൂപിണിയാണ്, പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അത് രാധാസങ്കല്പത്തിലാണ്, താൽക്കാലികമാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് പുരുഷനാണ്. അതിനോട് ചേർത്ത് വയ്ക്കുന്നതിൻ്റെ പ്രതീകാത്മകമാണ് രാധാകൃഷ്ണനെ ധ്യാനിക്കുക എന്ന് പറയുന്നത്. ഇത് ഗഹനമായിട്ട് ചിന്തിച്ച് തീരുമാനിക്കണം. രാധാകൃഷ്ണനെ ധ്യാനിക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ ശരീരം രാധാസ്വരൂപമാണ്, പ്രകൃതി സ്വരൂപിണിയുടെ പ്രതീകമാണ്, അത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തതായ ആത്മശക്തിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ നാഥനായിരിക്കുന്ന ഈ രാധയുടെ പുരുഷനായിട്ട് വർത്തിക്കുന്നത് നമ്മുടെ ജീവൻ തന്നെയാണ്. അപ്പം ഈ ജീവനെയും ഈ ശരീരത്തെയും ആരാണോ എപ്പോഴും ചേർത്ത് വച്ചിരിക്കുന്നത് അവൻ ജീവിതത്തിൽ വിജയം നേടും. അതാണ് ഭഗവാൻ പറഞ്ഞതും എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുധര. ഗീത അവസാനിക്കുന്നത് എങ്ങനെയാ? ഈ പുരുഷന്റെ കൂടെ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ആയുധധാരിയായിരിക്കുന്ന ഈ ശരീരത്തെ അഥവാ അർജുനനും ഭഗവാനും എവിടെ ചേർന്ന് നിൽക്കുന്നുവോ അവിടെ ധർമ്മത്തിന് വിജയം ഉറപ്പാണ്. ആ ചേർത്ത് നിർത്തലാണ് നമ്മുടെ ധർമ്മം. സദാസമയവും ഈ ശരീരം പ്രകൃതിക്ക് മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കും. എത്രയെത്ര മാറ്റങ്ങളായിക്കോട്ടെ, ഇത് ജീർണിക്കുകയോ ജരാനരന് ബാധിക്കുകയോ ശരീരം ത്യജിക്കുകയോ ചെയ്താലും ഈ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ശരീരം ആത്മസ്വരൂപത്തോട് ചേർത്താണ് വച്ചിരിക്കുന്നതെങ്കിൽ വീണ്ടും ജനിച്ചു വന്നാലും അതേ ചേർത്ത് വയ്ക്കലിലൂടെ തന്നെ നമുക്ക് ജീവിതത്തെ മുക്തമാക്കാൻ സാധിക്കും. അപ്പൊ അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് സ്വയം തന്നെ തൻ്റെ ആത്മവിചാരം ചെയ്ത് ആത്മാവിനാൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ധ്യാനമാണ് ഭഗവാൻ ചെയ്ത് കാണിച്ചത്. അതിന് പാത്രത വരാത്ത സാധാരണ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ തന്നെ രൂപത്തെ, ഇല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്ന രാധ എന്ന പ്രകൃതി സ്വരൂപിണിയെയും മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത പുരുഷ സങ്കല്പത്തിൽ നിൽക്കുന്ന ജീവാത്മാവും ചേർന്നിരിക്കുന്ന ഭാവത്തിൽ രാധാകൃഷ്ണ സ്വരൂപത്തെ ധ്യാനത്തിലെടുക്കാവുന്നതാണ്. അത് തന്നെയാണ് ലക്ഷ്മി നാരായണൻ, അത് തന്നെയാണ് ഉമാമഹേശ്വരൻ. ഒക്കെ സങ്കല്പം ഇത് തന്നെ. സ്ത്രീകളെ മാറ്റങ്ങൾക്ക് വിധേയമായ പ്രകൃതിയുടെ സ്വരൂപിണിയായിട്ടാണ് കാണുക എന്നർത്ഥം. പുരുഷൻ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയിലിരിക്കുന്ന ജീവാത്മാവായാലും ഒരു പുരുഷനിൽ വർത്തിക്കുന്ന ജീവാത്മാവായാലും അത് സനാതനമായ ധർമ്മത്തിന്റെ പ്രതീകമാണ്. അത് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മമാണ്. ഒരിക്കലും നാശത്തിന് വിധേയമല്ലാത്തതും പണ്ടേ ഉണ്ടായിരുന്നതും ഇന്ന് നിലനിൽക്കുന്നതും നാളേക്കും നാശം വരാതെ നിലനിൽക്കുന്നതും ആയിരിക്കുന്ന ആ ശക്തിയെ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ശരീരത്തെ ചേർത്ത് നിർത്തണം. അതാണ് ജീവൻ മുക്തം.
അതിനാദ്യത്തെ എഴുന്നേറ്റ് വന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ 3 മണിക്കൂറാണ്, സാത്വിക സമയമാണ്, ഏറ്റവും ആത്മസാക്ഷാത്കാരം അഭ്യസിക്കാൻ, ആത്മവിചാരം ചെയ്യാൻ, ആത്മബോധത്തെ ഉണർത്താനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം. ഒരു കാരണവശാലും ഇത് വേസ്റ്റ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റിട്ട് കയ്യും കാലും കഴുകിയിട്ട് ആദ്യത്തെ ധർമ്മം എന്താണെന്ന് ഇവിടെ ഭഗവാൻ കാണിച്ചു തന്നു. ആ മെഡിറ്റേഷൻ എന്താണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് ചെയ്താൽ ഇപ്രകാരം രാധാകൃഷ്ണ ധ്യാനത്തിനായിക്കൊണ്ട് വിനിയോഗിക്കണമെന്നാണ് നമ്മെ പൂർവികർ തന്നെ പഠിപ്പിച്ചിരിക്കുന്നതും ഭഗവാൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അത് തന്നെ അങ്ങനെ ചെയ്യുന്നതിൽ കൃഷ്ണന് നല്ല സംതൃപ്തി തോന്നും. അത് ഇച്ഛാശക്തിയെ ഉണർത്തിക്കൊണ്ട് തൻ്റെ താല്പര്യത്തോടെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് അവൻ സ്വയം അലാറം പോലും ഇല്ലാതെ, കോഴി കൂവുന്നതും കാത്തു നിൽക്കാതെ അവൻ എഴുന്നേറ്റ് വരും. യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നവർക്ക് അന്നത്തെ ദിവസം വലിയ സംതൃപ്തിയായിരിക്കും ഉണ്ടാവുക. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിക്കുന്നത് ഞാൻ ഈ കാലത്താണ്. കാരണം എന്താ, ആരൊക്കെ കിടന്നുറങ്ങിയാലും വേണ്ടില്ല, എണീറ്റ് പോരണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ആരും ശ്രദ്ധിക്കാറില്ല. കാരണം 10-18 വർഷമായി. എന്നാലും ചില ദിവസമൊക്കെ അലാറം കേട്ടാലും കുറച്ച് നേരം കൂടെ നമ്മൾ കിടന്നു പോവുക, ഇല്ലെങ്കിൽ അലാറം ഓഫ് ചെയ്തിട്ട് കിടക്കുക, 5 മിനിറ്റോടെ കിടക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെയൊക്കെ മായയിൽ ചില സമയത്തൊക്കെ പെട്ടുപോകും. പക്ഷെ സ്ഥായിയായിട്ട് നമുക്കൊരു ചിട്ട ഉണ്ടായിട്ടുണ്ട്. 1-2 ദിവസമൊക്കെ ഇങ്ങനെ സംഭവിച്ചാലും, ഒരാഴ്ചയ്ക്ക് ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഇങ്ങനെ സംഭവിച്ചാലും നമുക്ക് ഈ കൃത്യനിഷ്ഠ പാലിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് അന്നത്തെ ദിവസം മുഴുവൻ ഫ്രഷായിട്ട് സംതൃപ്തിയോടെ നമുക്ക് ജീവിതം നയിക്കാനും സാധിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നാലും അവിടെയൊന്നും തളരാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലും അവിടെ നമുക്ക് ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് മാർഗദർശനം ചെയ്യാനും സാധിക്കുന്നത് ഈ ഒരു ഉപാസന മാർഗമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ചുള്ള ഇത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആത്മസംതൃപ്തി കിട്ടാറുണ്ടെന്നും ഭഗവാൻ തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നു. ബ്രഹ്മമുഹൂർത്തം രാധയെയും കൃഷ്ണയെയും ധ്യാനിക്കാൻ വിനിയോഗിക്കണം. കൃഷ്ണ അവബോധത്തിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനുഷ്യരാശിയെ ശ്രീമതി രുക്മിണി ദേവിയും കൃഷ്ണനും എന്താണ് ചെയ്തതെന്ന് ചിന്തിക്കുകയും ചെയ്താൽ നമുക്കും അതീന്ദ്രിയമായ സംതൃപ്തിയും സന്തോഷവും അനുഭൂതമാകുന്നതാണ്. അപ്പം ഇത് കുറച്ചു കാലം കണ്ടു കഴിഞ്ഞാൽ വേറൊരു ഗുണമുണ്ട്. അപ്പം ആദ്യമൊക്കെ രുക്മിണി ദേവിയൊക്കെ കുറച്ച് സങ്കടമൊക്കെ പറഞ്ഞിരുന്നു, ഈ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകണേ എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ കാലക്രമത്തിൽ ഈ ഭഗവാനോട് ചേരാൻ തുടങ്ങി ഇവരൊക്കെ, ഈ ഭാര്യമാരൊക്കെ അതെ, ഈ സഹധർമ്മം ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പം കുറച്ച് ദിവസമൊക്കെ അതിൻ്റെ എന്തിനാ എഴുന്നേറ്റ് പോണത്, ബാക്കിയുള്ളവരും കൂടെ ശല്യപ്പെടുത്താമെന്നൊക്കെ ചിലപ്പം ഭാര്യമാരോ ബന്ധുക്കളൊക്കെ ചോദിച്ചു നിൽക്കുന്നു. പക്ഷേ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് ഉള്ള ഗുണങ്ങൾ അവരും അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ തന്നെയേ മാറ്റമുണ്ടാകും. ഭാര്യമാർക്ക് വരെ മാറ്റമുണ്ടാകും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഭഗവാന്റെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളിലെ നിത്യകർമ്മങ്ങൾ കണ്ടിട്ട് രുക്മിണി ദേവി പോലും കൃഷ്ണനും എന്താണ് ചെയ്തതെന്ന്, അതായത് അവിടെ രുക്മിണി ദേവി പോലും ആദ്യമൊക്കെ ഭഗവാൻ എഴുന്നേറ്റ് പോരുന്നൊരു സങ്കടം പറഞ്ഞെങ്കിലും പിന്നീട് ഭഗവാനോടൊപ്പം ചേരാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ എഴുന്നേറ്റ് പോരുന്നൊപ്പം രുക്മിണി ദേവിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യയായിട്ട്, ഏറ്റവും ലക്ഷ്മി ദേവിയുടെ സ്വരൂപം സ്വീകരിച്ചിരിക്കുന്ന രുക്മിണി ദേവിയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനോടൊപ്പം സദാസമയവും ഭഗവാനോടൊപ്പം നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് ആദ്യമൊക്കെ ശകലം മാനുഷികമായിട്ടുള്ള മായയിൽപ്പെട്ട് പലതും പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് കാലക്രമത്തിൽ ഇവിടെ ഭഗവാനോടൊപ്പം രുക്മിണി ദേവിയും ചേർന്നു രാവിലെ നേരത്തെ എഴുന്നേക്കാൻ ഭഗവാൻ ചെയ്തിരുന്നൊക്കെ കണ്ടുപിടിച്ച് അത് സ്വയം ഈ മാർഗത്തിലേക്ക് വരാൻ തുടങ്ങി എന്നാണ് ഇവിടെ സൂചിക്കുന്നത്. അങ്ങനെ രുക്മിണി ദേവിയും കൃഷ്ണനും എന്താണ് ചെയ്തതെന്ന് ചിന്തിക്കുകയും അതേപ്പറ്റി നമ്മൾ ആത്മവിചാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്താൽ നമുക്കും അതീന്ദ്രിയമായ സംതൃപ്തിയും സന്തോഷവും അനുഭൂതമാകുന്നതാണ് എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യം പറയുന്നത്. അപ്പോൾ രാധാകൃഷ്ണന്മാരുടെ നിത്യമായിട്ടുള്ള ബാഹ്യരൂപത്തെ ധ്യാനിക്കുന്നത് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ഉരുവിടുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഈ ധ്യാനത്തിനൊന്നും മനസ്സ് ഏകാഗ്രമാകുന്നില്ല, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു 108 മന്ത്രമെങ്കിലും എഴുന്നേറ്റ് ഇരുന്ന് ജപിക്കുക. സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കുക. മറ്റാരെയും ശല്യപ്പെടുത്താനോ ഒന്നും പോകണ്ട. പക്ഷേ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ
ഇരുന്ന് ജപിക്കുക. അത് ഒരു 15 മിനിറ്റെങ്കിലും എടുക്കും സാധാരണ സ്പീഡിൽ. അതിൻ്റെ ഭാവരാഗ താളങ്ങളൊത്തുകൊണ്ട് തന്നെ സാധാരണ ലെവലിൽ നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഈ 108 മന്ത്രം ജപിക്കാനെടുക്കും. അത്രയും സമയമെങ്കിലും ഈ നേരത്തെ എഴുന്നേറ്റിട്ട് കയ്യും കാലും കഴുകിയിട്ട് ആദ്യം ചെയ്യാൻ തന്നെ പറയുന്നു. അപ്പം രാധാകൃഷ്ണന്മാരുടെ നിത്യമായിട്ടുള്ള ബാഹ്യരൂപത്തെ ധ്യാനിക്കുന്നതും അഥവാ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ഉരുവിടുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കൃഷ്ണന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ തന്നെ ധ്യാനിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ധ്യാനത്തിൽ ലക്ഷ്യം ബ്രഹ്മമാണ്, പരമാത്മാവാണ്, അതുമല്ലെങ്കിൽ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനാണ്. എന്നാൽ കൃഷ്ണൻ സ്വയം ഇത് മൂന്നുമാണ്. അദ്ദേഹത്തിന് മറ്റൊരു ഉപാധി സ്വീകരിക്കേണ്ടതോ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടതായിട്ടോ ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് അദ്ദേഹം പരമപുരുഷനായിരിക്കുന്ന ഭഗവാനാണ്. സ്ഥാനികമായിട്ട് പരമാത്മാവും അദ്ദേഹത്തിൻ്റെ ഒരു വികാസമാണ്. അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ ശരീരത്തിലെ കിരണങ്ങളാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നത്, ബ്രഹ്മദീപ്തി എന്ന് പറയുന്നത്. അതിനാൽ കൃഷ്ണൻ ഏകനും അദ്വിതീയനുമാണ്. അദ്ദേഹത്തിന് വേർതിരിവില്ല. അതാണ് സാധാരണ ജീവികളും കൃഷ്ണനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഭഗവാൻ ഒരു കാരണവശാലും മറ്റൊന്നിനെ ഒരു ഉപാധിയെ സ്വീകരിക്കേണ്ടതായിട്ടില്ല, മറ്റൊന്നിനെ ധ്യാനിക്കേണ്ടതായിട്ടില്ല. തന്നെ ധ്യാനിച്ചാൽ എന്തിനാണ് ഭഗവാൻ ഇത് ചെയ്തു കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഭക്തർക്ക് മാതൃകാപുരുഷോത്തമനായിട്ട് മാറുകയാണ് ഭഗവാൻ. പൂർണ്ണ മനുഷ്യനാകുമ്പം ഒരു മനുഷ്യൻ എങ്ങനെ ഉത്തമ മനുഷ്യനാകാൻ സാധിക്കും, അതിനെന്താണ് എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു തരിക ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പിൻ പോയിന്റ് ഭഗവാനിൽ നിന്ന് പഠിക്കേണ്ടത്. ആ ഗൃഹസ്ഥാശ്രമം നടക്കുമ്പോഴും ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുമ്പോഴും ഇവരെയൊക്കെ സംതൃപ്തിക്കൊണ്ട് ഓരോ ഭാര്യമാരിലും 10 മക്കളുണ്ടായിട്ടും പറഞ്ഞു. അപ്പോൾ എത്ര സന്തതികൾ, 16,108 ഭാര്യമാരിൽ 10 മക്കളുണ്ടെങ്കിൽ അതിൻ്റെ കണക്കൊന്നും എടുത്തു നോക്കൂ. ഇത്രയും വിശാലമായൊരു കുടുംബത്തിൻ്റെ നാഥനായിരുന്നിട്ടും അനായസന ജീവിതം നയിച്ച് കാണിക്കാൻ പ്രേരണയായത് ഈ നിത്യകർമ്മങ്ങളാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.